ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുളിച്ച് ഫ്രഷായി വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം 6 മണി. നമ്മളൊരു 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. നേരെ ബോട്ടിങ്, കുമരകം നേരെ ബോട്ടിങ്ങാണ്. അപ്പോൾ നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് ഉച്ചയ്ക്ക് വേണം ഫുഡ്, രാവിലേക്കും വേണം. അപ്പോൾ നമ്മൾ അതിനുള്ളിലൂടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 9 മണിക്ക് അല്ലെങ്കിൽ 9:30 പോവുള്ളൂ. കുക്കിങ്ങിൻ്റെ സെറ്റപ്പ് കാണിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഫുഡ് വെച്ച് വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി. നമ്മളിവിടെ എത്തി. അതുകൊണ്ട് വൈകുന്നേരത്തെ ഫുഡിൻ്റെ ഇത് നിങ്ങൾക്ക് കാണിക്കാം. ലേറ്റായി ഫുഡ് വെക്കുന്നത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി. ജസ്റ്റായിട്ട് ഫുഡ് വെച്ച് ഒന്ന് കാണിച്ചു. നമ്മൾ ഉച്ചക്കൽക്ക് ചോറും മീൻകറിയാണ്. മീൻ നമ്മൾ വാങ്ങാൻ പോയിട്ടുണ്ട്. രാവിലേക്ക് ഉപ്പുമാവും ചട്നിയാണ് വെച്ചിരിക്കുന്നത്. ഇത്ര ഞാൻ ജസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കാന്ന് വെച്ചിട്ട് നമ്മുടെ പങ്കാളി വരുന്നുള്ളൂ. ഉണ്ണേട്ടാ ഒന്ന് എന്തെങ്കിലും പറയും. ഉണ്ണേട്ടാ എന്താണ് നമ്മുടെ ടൂറിന്റെ അഭിപ്രായം? പാചകം അടിപൊളിയാക്കലല്ലേ നമ്മുടെ പണി. ടൂറിന്റെ അഭിപ്രായം പറയും. പോവല്ലേ നിങ്ങള്? എന്താ അഭിപ്രായം? സൂപ്പർ തന്നെ അല്ലേ? ഓക്കെ അല്ലേ? ഉണ്ണിയേട്ടാ പറയും. ചേട്ടാ എന്താണ് നമ്മുടെ ടൂറിന്റെ അഭിപ്രായം? അടിപൊളിയല്ലേ? റൂം, ഫുഡെല്ലാം ഒക്കെ ഓക്കെ അല്ലേ? ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാണണമെങ്കിൽ അതന്നെ, ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഇനി കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ വരാൻ പറ്റുന്ന എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. നമ്മുടെ വാർഡ് മെമ്പറാണ്. പിന്നെ നമ്മുടെ ഒരു സുഹൃത്താണ്. നമ്മുടെ ഏട്ടൻ പോലെയാണ്. പിന്നെ ഇത് അവിടെയൊക്കെ നമ്മുടെ കുറേ ആൾക്കാരുണ്ട്. ഫുഡ് വെക്കുന്ന ആൾക്കാരാണ്, മെയിൻ ആൾക്കാരാണ്. ഉച്ചക്കൽക്ക് ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം. നമുക്ക് ജസ്റ്റായിട്ടൊന്ന് വന്നാൽ നോക്കാം. ഓക്കെ, കറക്റ്റ് ഭാഗമാണ്. നമുക്കത് കൊട്ടയിലേക്ക് മാറ്റാം, വെള്ളം പറ്റാൻ വേണ്ടിയിട്ടില്ല. ഈശേട്ടാ ഈശേട്ടാ ഉച്ചക്കലേക്ക് ചട്നിക്ക് എന്തൊക്കെ ഇട്ട് അരിച്ച്? മുളക്, കുരുമുളക്, ജീരകം, ഇഞ്ചി, കറുവേപ്പില, മല്ലിയില, തേങ്ങ, 2 കൊത്ത് വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മള് ഉപ്പ് പാകത്തിന് എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മള് വതക്കി എടുക്കില്ലേ? താളിച്ചെടുക്കും. താളിച്ചെടുത്തിട്ട് നമ്മൾ രാവിലെ ഉപ്പുമാവിന് കൊടുക്കുക. ഫ്രണ്ട്സ്, എനിക്കെല്ലാം ലേശം വൈകി. ഗുഡ് മോർണിംഗ്. ഞാൻ എണിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പാർട്ട്ണർ വന്ന് എന്തൊക്കെയൊക്കെയോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൾ നമ്മളെ വിളിച്ചൊന്നുമില്ല. നേരെ എണിച്ച് വന്ന് കുളിച്ച് റെഡി ഫ്രഷായി വന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഞാൻ വരുമ്പോഴേക്കും ലേശം ടൈം വൈകി. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാം എന്താ ഇട്ട് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതിൽ മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഏകദേശമൊക്കെ ആയി. ഇനി അതിൽ വെള്ളമൊഴിച്ച് ഗോതമ്പ് ഇടുക തന്നെ, അത്ര തന്നെ. വേറെ വലിയ പരിപാടികളൊന്നും ഇതിലില്ല. എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട്. മീൻ കറി വെക്കണമെന്ന് പറഞ്ഞു. മീൻ കറി, മീൻ വറുത്തത്, ചോറ് ഇതൊക്കെയാണ് വെക്കണമെന്ന് പറഞ്ഞു. ചോറ് വെച്ച് മീൻ കറിയാണ് വെക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണാം, നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓരോന്നോരോന്ന് പറഞ്ഞും തരാം. ഗായ്സ്, ഇതാണല്ലേ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികമൊന്നുമില്ല. ഇനി വെള്ളം ഒഴിക്കുക, പിന്നെ കുറച്ച് നേരം വെള്ളം നന്നായി തിളച്ച് ഒന്ന് ഏകദേശം സെറ്റാകുമ്പോൾ ഗോതമ്പ് ഇടുക. ഗോതമ്പ് മാവണം പറഞ്ഞു. അപ്പോൾ ഗോതമ്പ് ഇടുക, അത്രയൊക്കെ തന്നെ. വേറെ ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല. അത് ഏകദേശം കുറച്ച് നേരം ഒന്ന് ദമ്മല്ല, കുറച്ച് നേരം ഒന്ന് സെറ്റാകാൻ വെക്കണം. അടുപ്പ് നിറക്കിയിട്ടായാലും ഇല്ലെങ്കിൽ അടുപ്പ് ഓഫാക്കിയിട്ടായാലും മാറ്റി ഇത്തിരി കുറച്ച് നേരം വെക്കണം. അത് കഴിഞ്ഞാൽ അതും ഓക്കെ ആയി. Oh
അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉപ്മാവ് ഇതിൻ്റെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം മാക്സിമം എല്ലാ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലിപ്പോൾ ഗോതമ്പ് ഇടുമ്പോൾ തന്നെ അങ്ങനെ ഒന്നായിട്ട് അങ്ങോട്ട് കൊട്ടാൻ പറ്റില്ല. ഒന്നായി കൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കും, കട്ടയായിട്ട് വരും. കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണം. അതിൻ്റെ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കും വേണം. കുറേശ്ശെ അതായത് അങ്ങനെ കൊട്ടിക്കൊണ്ടേ ഇരിക്കുക. പക്ഷെ കുറേശ്ശെ അങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നാൽ മതി. ഒന്നായി ഒരുമിച്ച് അങ്ങനെ കൊട്ടാൻ പറ്റില്ല. കുറച്ച് അങ്ങനെ കൊട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക. അത് അതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. അതാകുമ്പോൾ കറക്റ്റ് നമുക്ക് എന്താണ് കട്ടയായിട്ട് വരില്ല, കറക്റ്റായിട്ട് വരും. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, എന്നാലേ നല്ലപോലെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വരണം, പിന്നെ വന്നിട്ട് ചുടുവെള്ളം ചോദിക്കരുത്. അതുപോലെ തന്നെ അതോടെ ഇളക്കൽ നിർത്താൻ പറ്റില്ല, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ടിപ്പോൾ ഇതാകണ്ടേ ഈ ഏകദേശം ഇപ്പോൾ കാണുന്നൊരു പരുവായി കഴിഞ്ഞു വെച്ചാൽ അതിൽ ഏകദേശം വെന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഈ പരുവത്തോടെ അങ്ങനെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇറക്കി മാറ്റി വെക്കുക. അങ്ങനെ എന്നിട്ട് ഒരു കുറച്ച് നേരം വെച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞു വെച്ചാൽ അതൊക്കെ ഫിനിഷ് ആയിക്കോളും. ഇപ്പോൾ ഇവിടെ ഉള്ളി ഏകദേശം ഇപ്പോൾ ഇട്ടൊന്ന് സെറ്റാക്കി, ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ സൈഡിൽ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇപ്പുറത്ത് മീൻ കറിക്കുള്ളതാണ് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ മീൻ എണ്ണയിലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ മുളക് ഉപ്മാവ് ഉണ്ടാക്കുന്ന ടൈമിൽ മീനൊക്കെ ഫുള്ള് ഫ്രഷ് ക്ലീൻ ആക്കിയിട്ട് അതിൽ മുളകൊക്കെ തിരുമ്പി മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചതാണ്.
ഫസ്റ്റ് ഘട്ടം ഇപ്പോൾ ഏകദേശം മീൻ വറുക്കൽ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വറുത്ത് കോരണം. അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പുറത്ത് അതിൽ ഉള്ളി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് വെച്ചാൽ ഓക്കെ ആവും. ഫസ്റ്റ് ഘട്ടം മീൻ വറുക്കലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അത് വറുത്ത് കോരി വയ്ക്കുക. മീനൊക്കെ ആയിട്ടുണ്ട്. ഉള്ളി ഇങ്ങനെ മെല്ലെ ആവുള്ളൂ, ഇത്തിരി കൂടുതലായതുകൊണ്ട്. മീൻ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടം എന്താ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ. കൂടുതലായിട്ട് ഇതിലൊന്നും പറയാനൊന്നുമില്ല. പിന്നെയും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വെറുതെ ഇങ്ങനെ സ്പീഡിൽ റണ്ണിങ് ആയിട്ടുള്ള വീഡിയോ ഇടണ്ട എന്നുള്ളൊരു, ടൈം ലാപ്സ് പോലത്തെ ഒരു വീഡിയോ ഇടണ്ട എന്നുള്ളൊരിത് കാരണം ഒരു ടൈം എക്സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടുന്നത്. ഇതിങ്ങനെ ഒരു സൈഡിൽ ഉള്ളിയും ഇപ്പം ഏകദേശമൊക്കെ അതാ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പുറത്ത് മീനും ഏകദേശം ആയിട്ടുണ്ട്. വറുത്ത് കോരേണ്ടതായിട്ടുള്ള ഏകദേശം ഒരു ആകാനായിട്ടുണ്ടെന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ അതും ഓക്കെ ആകും. ഇപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. ഏകദേശം തക്കാളി ഇടേണ്ട പരുവായിട്ടുണ്ട്. തക്കാളി ഇട്ടു. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കുക. തക്കാളിയും ഇതും കൂടി ഒന്ന് സെറ്റാകണ വരെ, ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് മൂപ്പാകണ വരെ ഒന്ന് ഇളക്കുക രണ്ടും കൂടിയിട്ട്. അധികം ടൈമൊന്നും വേണ്ടി വരില്ല. ഇത്രയേ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഏകദേശം ഒരു ടൈം അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത്ര തന്നെ, വലിയ പണിയൊന്നുമില്ല.
ഫ്രണ്ട്സ് കണ്ടില്ലേ, മഞ്ഞപ്പൊടി ഇടാനുള്ളതായിട്ടുണ്ട്. പരുവല്ല, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അത് ഉള്ളിയും തക്കാളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ ആഫ്റ്റർ അതിന് ശേഷമുള്ള പൊടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തോളാം. ഇപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്നില്ല, അവർ കുക്ക് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കും. നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഓരോരുത്തർക്ക്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുവന്നതാണ്. കുരുമുളക് പൊടിയൊക്കെ വീട്ടിൽ പൊടിച്ച് തന്നെയാണ്. അത് മല്ലിപ്പൊടി തന്നെയാണ് കേട്ടോ. മല്ലിപ്പൊടി പാക്കറ്റ് കഴിഞ്ഞപ്പോൾ വേറെ ഇട്ടതാണ്. മീൻ കറിക്കുള്ള ഇതാണ്. നന്നായി ഇളക്കി ഒന്ന് ഉപ്പാക്കണം, സെറ്റാക്കണം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഒരിക്കലും അടിപ്പിടിക്കാതെ നോക്കണം. മെയിനായിട്ട് ഇത് പെട്ടെന്ന് അടിപ്പിടിക്കും. വെള്ളത്തിൻ്റെ ഒരു അംശമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അടിപ്പിടിക്കും. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമല്ല, പുളി. മീൻ കറി ആയതുകൊണ്ട് പുളി ഒഴിച്ച് കൊടുക്കുക. പുളി ഒഴിച്ചൊന്ന് ഇളക്കി കറക്റ്റാക്കി വെക്കണം. തൊട്ട് സൈഡിൽ അതേപോലെ മീൻ വറുക്കുന്നുണ്ട്. മീൻ വറുത്ത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും മെല്ലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തപ്പോൾ എല്ലാം പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പുളി ഒഴിച്ച് ഇനി സെറ്റാക്കും. കുറച്ചും കൂടി അതിൽ പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി പെട്ടെന്ന് നല്ലപോലെ സെറ്റാകാൻ വേണ്ടിയിട്ടാണ് കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ അതിനകത്തേക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീനും ഇടും. ഇപ്പോൾ വെള്ളം വെള്ളമല്ല, ഗ്രേവി തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ നമ്മൾ ഇവിടെ തന്നെ വാങ്ങിക്കാൻ പോയി ഫ്രഷ് മീനാണ്. രാവിലെ പോയി വാങ്ങിച്ചത്. നല്ല ഫ്രഷാണ് മീനൊക്കെ. മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നന്നായി ഇളക്കി ഒന്ന് സെറ്റാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞു വെച്ചാൽ ഏകദേശമൊക്കെ ഓക്കെ ആവും. തിളയ്ക്കാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ തലയല്ല, ഒന്ന് മീൻ ഇട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ആ ഒരു ഏകദേശം ഒരു വേഗണ ഒരു ടൈമാണ്. ഫ്രണ്ട്സ് എല്ലാവരും പോകാനുള്ളൊരു തിരക്കിലാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഫുഡ് കഴിച്ച് നമ്മളിവിടുന്ന് പോകണമല്ലോ.
ബസ്സിൽ സാധനങ്ങളൊക്കെ കയറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. എല്ലാവരും നിന്ന് ഫുഡ് കഴിക്കണം, ഒരു ഭാഗത്ത് വെക്കണ തിരക്കിലാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇന്നത്തെയാണ് ലാസ്റ്റ് ഡേ ആണ്. നേരെ ബോട്ടിങ്ങൊക്കെയാണ് പോണത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. എന്തായാലും എല്ലാവരും പോയിട്ടുണ്ട്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പോയിട്ടുണ്ട്. നമ്മളാണ് ലാസ്റ്റ് പോകാൻ. നമ്മൾ റൂമിനോട് വിട പറയുന്നത്. നമ്മൾ ഈ ഹോട്ടലിൽ വിട പറഞ്ഞ് പോകും. അപ്പോൾ നമുക്ക് റൂം ക്ലോസ് ചെയ്തിട്ട് അവിടെ കൊണ്ട് കൊടുക്കണം. താഴത്ത് വെറുതെ വിളിച്ചാൽ നമുക്ക് നമ്മുടെ സാധനങ്ങൾ ബുക്ക് ചെയ്തിട്ട് എല്ലാം വണ്ടി കയറ്റി വെച്ചു. നമ്മൾ 9:30 ബോട്ടിങ്ങിന് അവർ നമ്മളെ വിളിക്കാൻ വരും. നമ്മൾ അതിന് നേരെ പോയി കഴിഞ്ഞാൽ അവർ തന്നെ ബോട്ടിങ്ങിന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തായാലും ബോട്ടിങ്ങിൻ്റെ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ. അപ്പോൾ ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, നമ്മളോട് ബസ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നേരെ നമ്മൾ ബോട്ടിക്ക് പോകുകയാണ്. നമ്മളൊരാൾ കൂട്ടാൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൾ നമ്മൾ 3 മണിക്കൂറാണ് ബോട്ടിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്യണത്. 3 മണിക്കൂർ ഫുള്ള് ബോട്ടിലായിരിക്കും. ഫുള്ള് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പോയി പരിചയപ്പെടുത്തുന്നതായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിക്ക് പോകാം. നമ്മുടെ KSRTC സാനവണ്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ബോട്ടാണ്. അതിൽ ബൈക്കൊക്കെ കയറ്റി ഇട്ടിട്ടുണ്ട്. തിരക്കൊന്നുമില്ല, വെറുതെ ആയിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടിരിക്കണം അവർ. നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ഈ സാധനം പറന്ന് പോകണ്ടാവും. ഭയങ്കര സ്പീഡാണ് അത്. നമുക്കിവിടെ തിന്നാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സ്നാക്സ് മേടിക്കാനുള്ള കടയൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിൽക്കും, ഇവിടെ വരും നമ്മൾ ബോട്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ട് ഇതാ വരുന്നു. നേരെ സൈഡ് കൊണ്ടുപോയി പാർക്ക് ചെയ്യും. നമ്മളതിൽ കയറിയിട്ട് അങ്ങനെ ഗോയിങ് ടു കായൽ. KSRTCൻ്റെ ബോട്ടിൽ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. സെറ്റപ്പാണ്. ബൈക്ക് ഓടിക്കുന്ന സൗണ്ട് കണ്ടോ? ഉള്ളൊക്കെ കാണുമ്പോൾ ഒരു രക്ഷയില്ലാതെ പോകുന്നുണ്ട്. നല്ല എന്താ ചെയ്യുക, നമ്മളതിനെ വലിച്ചു പിടിക്കണം പറഞ്ഞാലേ. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിൽ പോവാം. നോക്കട്ടെ. ഓക്കെ അല്ലേ? അത്യാവശ്യം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതാ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. അതേപോലെ ഇതാ നല്ലപോലെ പാട്ട് കേൾക്കാൻ നല്ലൊരു അടിപൊളി ബൂഫറൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒന്ന് ബോട്ടിൽ ഇരുന്നൊന്ന് സെറ്റായിട്ടുണ്ട്. ഈ ഒരു വ്യൂ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തിയൊരു വ്യൂ ആണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയ വ്യൂസ്. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഭംഗിയാണ് ശരിക്കും. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഇവിടെയാണ് ഈ കളറ്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് ബ്ലൂ ആണ്. ആകാശത്തിൻ്റെ നീല കളർ അങ്ങനെ പ്രതിഫലിക്കാറില്ല, അതേപോലെ തന്നെയാണ്. നമ്മളിതിൽ പറയുന്നുണ്ട് നിങ്ങൾ കണ്ടെന്ന് മനസ്സിലാക്കണം. ഹൗസ് ബോട്ടിങ്ങും നല്ല അടിപൊളിയാണ്. ഹൗസ് ബോട്ടിങ്ങിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എടുത്ത വീഡിയോ ആണിത്. അടിപൊളി വ്യൂ തന്നെയാണ്. 2 സൈഡ് ഫുള്ള് ചെടികളും പച്ചപ്പ് ഉള്ളത്, സെൻറ്ററിൽ വെള്ളം. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ പ്ലെയിനായിട്ട് എടുത്തത്. നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം, മനസ്സിലാവും. ശരിക്കും തുച്ഛ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അത്ര സിമ്പിളാണ്. ആലപ്പുഴയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ബെറ്ററാണ്. ആലപ്പുഴയിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് എല്ലാം. ഏതൊരു ബോട്ടിങ്ങിനാണ് ഫീലിംഗ് തന്നെയാണ്, പക്ഷെ കുറച്ച് ക്യാഷ് കൂടുതലാണെന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കൽ പോയതാണ് അവിടെ.
പോയിട്ടുണ്ട്. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇവിടെ കുഴപ്പമില്ല. ക്യാഷിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ബെറ്റർ. സൂപ്പറാണ്, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അടിപൊളി പ്ലേസ്. ഇപ്പം നേരെ കാണുന്നത് വേമ്പനാട്ട് കായലാണ്. പാട്ടി പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങൾ ഈ സ്ഥലമൊന്നും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങളൊന്ന് വന്ന് അത്ര പറയാണ്. ഞങ്ങൾ പോയ പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള ഒരു പറച്ചിൽ മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഉണ്ട് അതിൽ പറയാൻ. ഞങ്ങൾ ഒരിക്കലും കാണാനുള്ളത് പറയണേ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്കറിയാം പല യൂട്യൂബേഴ്സും ഇട്ടുണ്ടാവും, അത്രയും ഭംഗിയുള്ളതുകൊണ്ടാണ് അത് സുഖമാണോ ആസ്വദിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എവിടെ പോയി എന്ത് കണ്ടാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത് എത്ര പറഞ്ഞാലും മതി വരില്ല. അത്രയും നല്ല പ്ലേസ് ആയിരുന്നു. ഞങ്ങൾ പോയതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ്. ഫോണ് ഈ നിൽക്കണ ബോട്ട് ഹൗസ് ബോട്ട് അത് ഇതെല്ലാം ഇപ്പോൾ കൊറോണ കാര്യങ്ങളെല്ലാം ആയിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതൊരു 2 മാസത്തിനുള്ളിൽ എല്ലാം ഫുൾ ഓപ്പൺ ആണെന്നാണ് പറയണത്. ഇതിനൊക്കെ എന്താ ചാർജ്? 7000 രൂപ. ഇതിനൊക്കെ എന്താ ചാർജ് വരും? ഒരു റൂം സീസൺ ടൈമിൽ കൂടുന്ന 10-15 ആയിരുന്നു. സാധാരണ നല്ല റേറ്റ് ഓടുന്നതാണ്. ഒരു 10 രൂപയ്ക്കൊക്കെ ഓടും, 8 രൂപയ്ക്കൊക്കെ ഓടും ഒരു ഡേ ഫുള്ള് നൈറ്റും. 24 hours ഒരു 9 ആൾക്ക് എത്ര? 9 ആൾക്ക് 10,000 രൂപയാണ് പറയണത്. 9 ആൾക്ക് 10,000 രൂപ. 24 hours വിത്ത് AC റൂംസും കാര്യങ്ങളെല്ലാം ഉള്ള ഹൗസ് ബോട്ടാണ്. ഈ കാണുന്നതൊക്കെ തന്നെ. ഈ കാണുന്നതൊക്കെ 2 നില ടൈപ്പാണ്. അതിൽ 2 ഇതാണ്. നമ്മൾ നേരെ കടന്നു പോകുന്നത് വേമ്പനാട്ട് കായലാണ്. ഈ വേമ്പനാട്ട് കായലിൻ്റെ ആ ഒരു ഭംഗി എന്നെല്ലാം പറയണത് നിങ്ങൾ അത് ഈ നേരിട്ട് വന്ന് തന്നെ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. അത്രമാത്രം ഫീലാണ് ഗൈസ്. ഫ്രണ്ട്സ് ഒരു കാര്യം കാണിച്ചാൽ ഇവിടെ ഇതാണ്ടോ ഒരു കുഞ്ഞു ഇതിനെന്താ പറയുക, അല്ലല്ല ഇതിനൊരു ബോട്ടല്ല, കുഞ്ഞു ബോട്ടല്ല, തോണിൻ്റെ ഇതിൽ ഇവർ ചെയ്യണത് എനിക്ക് തോന്നുന്നത് മറ്റേതില്ലേ ഇത് കക്ക വാരാണെന്ന് ഡൗട്ടുണ്ട്. ഒരു കക്ക വാരി കൂട്ടണം കേസ്. മണ്ണിൽ അടിയിൽ പോയിട്ട് കുലുക്കി കക്ക വാരണം കേസ്. ഏകദേശം ഒരു കുറേ മണിക്കൂർ ചെയ്യും, എന്നാലും ഇത് കുറച്ച് കിട്ടുള്ളൂ. ഫിഷിങ്ങിന് പോയിട്ട് വരുന്നവരാണ് കേസ്. ഫിഷിങ് ടാങ്ക്സിന് പോയിട്ട് വരുന്നവരാണ്. ഫ്രണ്ട്സ് ഇത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് വന്നാലും നിങ്ങളോട് പറ്റുന്ന ഒരു സിമ്പിൾ റേറ്റ് ഞാൻ പറഞ്ഞില്ല. നമ്മൾ 4 മണിക്കൂറാണ്. 4 മണിക്കൂറിന് 4,000 രൂപ, 1 മണിക്കൂറിന് 1000 രൂപ. അതായത് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് റേറ്റ് കമ്മിയാണ്. ഏകദേശം ഒരു മണിക്കൂറിന് 2,000-2,500 രൂപ വരെ വരാം. ഈ നമ്മൾ കാണിച്ചു തന്ന ബോട്ടിന് ഒരു 2,500 ആ റേഞ്ച് വരെ വരാം. അതിന് എല്ലാവരും വളരെ ശ്രദ്ധ വേണം. കാരണം തോടാണ്, പോയാൽ ഞങ്ങൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും കുട്ടികളുണ്ട്, കുട്ടികളെ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുള്ളൂ, ഞങ്ങൾക്കറിയില്ല. ഒരു കാരണവശാലും ബാഗിൽ പോയി ഇരിക്കാൻ പാടില്ല. അറിയാണ്ട് ആരെങ്കിലും അതിലെ കൂടെ മറിഞ്ഞു പോയാൽ നമ്മളാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാണ്ടിരിക്കുക കേട്ടോ. പിന്നെ അത്യാവശ്യം പ്രായമുള്ളവരുണ്ടെങ്കിലും പോയി നിന്ന് കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കായല വീണ് കഴിഞ്ഞാൽ ബോട്ട് മുന്നോട്ട് പോയി എവിടെ വീണുമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. എല്ലാവരും കഴിവതും കുട്ടികളെ അവരവർ കൊണ്ടുവന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. അവിടെ ഇരിക്കുക, കാണാം, എല്ലാം കാണിച്ചു തരാം. ഫ്രണ്ട്സ് നമ്മളോട് ചെറിയ കുട്ടികളുണ്ടല്ലോ, അവർ ബാക്കിട്ടൊന്നും പോയി കഴിഞ്ഞാൽ അറിയില്ല എന്നതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. നിങ്ങൾ പുറകിൽ നമ്മൾ ഫ്രണ്ടിട്ട് നോക്കി വണ്ടി ബോട്ട് ഓട്ടുമ്പോൾ ബാക്കിൽ നിന്ന് വീണ് പോയി അടക്കം അറിയില്ല. പിന്നെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്, അപ്പോൾ നോക്കിയിരിക്കണം. മാക്സിമം ബാക്കിട്ട് പോവാതെ നോക്കണം എന്നതിനെ കുറിച്ചാണ് പറയണത്.
കരിമീൻ പിടിക്കുന്നതാണ് ഫ്രണ്ട്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ടാവും, ഒന്ന് കേട്ടോ, ആൾ പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ സ്ലാങ് പരിചയപ്പെടുത്തും. ഓക്കെ, ഫ്രണ്ടിൽ പോകുന്ന രണ്ടാളെ കണ്ടോ? മൊത്തം രണ്ടാൾ കഴുക്കോല്, അതായത് അവർ കുള കുത്തി പോവുകയാണ്. അവിടെ അരയിൽ ഒരു ചരട് കെട്ടിയിട്ട് ആ ചരടിൽ കുറച്ച് തോരണം ഇങ്ങനെ കെട്ടിയിടും. ആ തോരണം കെട്ടിയിട്ട് അത് അവർ വെള്ളത്തിനടിയിൽ പോകുമ്പം ഈ കരിമീൻ എന്ന് പറയുന്ന മീൻ ഇത് കണ്ടു കഴിയുമ്പോൾ അത് പുല്ലുക എന്ന് പറയും. പുല്ലുക എന്ന് പറഞ്ഞാൽ ചെളിക്കുള്ളിൽ തല വെച്ചിട്ട് അങ്ങനെ നിൽക്കും. ആ സമയത്ത് അവർ തുറന്നു വരുന്ന ആൾക്കാർ അത് കൈകൊണ്ട് പിടിച്ച് കാണും, അത് വെള്ളത്തിലേക്ക് കാണാം. കാരണം ഇത് ഇങ്ങനെയുള്ള മെത്തേഡ് ശരിക്കും തെളിച്ചമുള്ള സ്ഥലത്തുകൾ പറ്റുള്ളൂ. നമ്മൾ ഉള്ളിൽ പോകുമ്പോൾ നേരെ പ്ലെയിനെ കാണുന്ന പോലെ അങ്ങനെയുള്ള ഏരിയയിലാണ് ഇത് കൂടുതലും. എന്നാലും അവിടെ ആൾക്കാരാണ് സാധിക്കുള്ളൂ. നല്ല പൂന്തലൊക്കെ ഉണ്ടാവും, നല്ല ചളി ഉണ്ടാവും. ചെളി ഇപ്പോൾ കരിമീന് നല്ല റേറ്റ് ഉണ്ട്, അവിടെ നല്ല മാർക്കറ്റാണ്. വലിപ്പത്തിനനുസരിച്ചിട്ട് കിലോയ്ക്ക് ഇവരൊരു 2 ടൈപ്പായിട്ട് എടുക്കും. തീരെ ചെറുതിന് ഒരു കാറ്റഗറി, അതിന് വലിപ്പമുള്ളത് അങ്ങനെ വ്യത്യാസമുണ്ടാവും. അതായത് ചെറുതിന് $350 കണക്കില്ല. വലുതാന്ന് ചിലപ്പോൾ റേറ്റ് കൂടും. വലുതാവുന്നില്ല, ഏറ്റവും ടോപ്പിലായിരിക്കും 450 രൂപ. ഇതുപോലെ തന്നെ ഞങ്ങളുടെ കക്കവാർ കണ്ടു ജസ്റ്റ് ആയിട്ട്, അതും ഇതേപോലെ തന്നെ. അത് ഇപ്പം എന്താ പണ്ട് കാലത്തിൽ നമ്മുടെ ഭൂമി ചെന്ന് കൈ കൊണ്ട് ഇങ്ങനെ വാരി കുലുക്കി എടുക്കുന്ന ഒരു സംവിധാനം. ഇപ്പം അത് മാറിയിട്ട് ഒരു ഇരുമ്പിൻ്റെ പൈപ്പിൽ ഒരു ശരിക്കും പല്ലി പോലെ, അതായത് ചെറിയ ചെറിയ ഈ എന്താ പറയുന്നത് ഒരു ആരോമാത്ത പോലെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിന് അടിയിലൊരു വല അങ്ങനെ കുലുക്കിയിട്ട് അതേപോലെ ഞങ്ങൾ കുത്തും. കുത്തിയിട്ട് വലിക്കുമ്പോൾ വെള്ളം ഇതിനകത്ത് ചെളി ഇതിലൂടെ കയറും. അങ്ങനെ ഇളക്കുമ്പോൾ ചളി പോയിട്ട് കക്ക മാത്രം ഫ്രീ ആയിട്ട് ഫ്രഷായിട്ട് വരും അല്ലേ? അപ്പോൾ അത് വെള്ളത്തിലേക്ക് പേരാണ് എനിക്ക് മാറുന്ന പേരാണ്. ഇവിടുത്തെ തന്നെയാണ്, കുമരകത്ത് തന്നെയാണ്, ബോട്ട് മൂപ്പറിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം മൂപ്പറിനൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ വിളിച്ചാണ്. അത് വലിയ ഉപകാരം. കുമരകത്തെ ഫുൾ ഡീറ്റെയിൽസും കുറേ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സ്ലാങ്ങിനെ വിളിച്ചിട്ടാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് നന്നായി പരിചയപ്പെടുത്തുന്നു. മീൻ പിടിക്കുന്നതായാലും കക്ക പിടിക്കുന്നതായാലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ചെറിയതുള്ള ബോട്ടാണത്. അപ്പോൾ അതിൻ്റെ റേറ്റും അതിൻ്റെ ചിലവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ പരിചയപ്പെടുത്തി തരാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് വലിയ കാര്യം. ഏത് രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഇനിയും ഇതുപോലുള്ള നല്ല യാത്രകൾ നമ്മുടെ ചാനലിലും വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. വേറൊന്നും ഇപ്പോൾ പറയാനില്ല. നമ്മൾ എല്ലാം വൈൻഡപ്പോടുകൂടി അവസാനിക്കും. കുറേ വൈൻഡപ്പ് പറയേണ്ട എല്ലാം കട്ട് ചെയ്തിട്ടാണ്. ഫ്രണ്ട്സ്, ഇതൊരു പ്രത്യേകതര ഫീലാണ് ഫ്രണ്ട്സ്. ഇതിന് മേലെ നമുക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അറിയില്ല. ഇത് നിങ്ങൾ വന്ന് ആസ്വദിച്ചിട്ട് ആ ഒരു ഫീലിന് വേണം. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യല്ലേ, അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരിചയപ്പെടുത്താനാവും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു KSRTCൻ്റെ ബോട്ടാണ് കേസ്. വരുന്നത് KSRTCൻ്റെ ബോട്ടാണ്. ജസ്റ്റ് ഒരു സൂം കാണിച്ചിടാം. KSRTCൻ്റെ ബോട്ട് പടയാണ്, ഒരേ സ്പീഡാണ്. ഒരു കുഞ്ഞ് ചർച്ച് കാണുന്നുണ്ട് KSRTC. സൈഡ് ഫുള്ള് ഇത് ഒരു പാലമുണ്ട്. അല്ലാണ്ട് ഫ്രണ്ട്സ് ഇവിടെ ചൂണ്ടയിടുന്നവരാണ്. ജീവിതമാർഗം പോലെയാണ്. പിടിച്ച് നേരം മീന് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും. കുറേ പേര് കുക്ക് ചെയ്യും, ചിലപ്പോൾ ബോട്ടിക്കുള്ളതായിരിക്കും. അങ്ങനെ പല പരിപാടികളുണ്ട് ഇവിടെ. ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു സൈറ്റ് ഒരു പ്രത്യേകതര ഫീലായിരിക്കും അല്ലേ? കായലിനൊക്കെ പറയണത് ഒരുപാട് അധികമായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു
പ്രത്യേകമാണ്. കാരണം ഫുള്ള് നീണ്ടങ്ങണ്ട് കിടക്കല്ലേ. ഇപ്പൊ റോഡിൽ പോലെ കടന്ന് പോവാ, വേറെ പലതും വരുമൊന്നുമില്ലല്ലോ. കായലെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ വന്നതുവരെ നോക്കിയാലും അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് വീടുകൾ മാറല്ലാണ്ട് വേറെ ഒന്നും ഒരു മാറ്റം ഉണ്ടായില്ല. നീണ്ടങ്ങണ്ട് കിടക്കണം ആ അറ്റം മുതൽ അറ്റം വരെ. പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എവിടെ തുച്ഛമായിട്ടുള്ള ചാർജ് ആവുള്ളൂ. ഇത് ഈ വല കെട്ടി വെച്ചിരിക്കുന്നത് മീൻ വളർത്താവുന്ന സെറ്റപ്പാണിത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മീന് സംഭരണോട് മീനിനെ ഉള്ളിലേക്ക് വിട്ടിട്ട് വളർത്തും. അതിന് വല വെച്ച് വളച്ചിരിക്കുക. ഫുള്ള് ഒരു ഏകദേശം ഒരു സൂര്യ റിസോർട്ട് 5 സ്റ്റാർ റിസോർട്ടാണ്. കായലിൽ ഇപ്പൊ എന്താ ഷൂട്ട് ചെയ്യാൻ കായലിൽ പിന്നെ അധികം റിസോർട്ടാണ്. സാർ എന്തെങ്കിലും പറയൂ. ചേട്ടാ പറയൂ. അടിപൊളി യാത്ര, ബോട്ട് ഇന്ന് വരെ ബോട്ട് കാണാത്തവരുടെ കുറച്ചാണ്. അവർക്കൊരു വലിയ യാത്രാനുഭവമായി മാറട്ടെ. അങ്ങനെ പറയണ്ട. ഇന്നലെയും ഇന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അവൻ പറയുന്നത്. ഞാൻ പറയണ അവൻ ഇന്നലെയും കഴിച്ചിട്ട് ഇന്നും കഴിച്ചിട്ട് ഇപ്പോഴും ഉണ്ട്. ഞാൻ അതിന് കൊല്ലച്ചുണ്ടാ പറ്റും. ഓണാണ്. ബോട്ടിങ് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലേ? ഇതിനു മുമ്പ് ബോട്ടിൽ കയറില്ല? ആലപ്പുഴ കയറില്ല. അതെ താത്ത, ബോട്ടിങ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇതിനു മുമ്പ് ബോട്ടിൽ കയറില്ല? ഓക്കെ ചേച്ചി, ബോട്ടിങ് ഇഷ്ടപ്പെട്ടോ? ബോട്ടിങ് ഇഷ്ടപ്പെട്ടോ? ഇതിനു മുമ്പ് ബോട്ടിൽ കയറില്ല? ഇതിനു മുമ്പ് കയറിയില്ല, അതുപോലെ കണ്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഓക്കെ ചേട്ടാ, അടിപൊളി. ഓക്കെ, ഇതിനെ ബോട്ടിങ് ഇഷ്ടപ്പെട്ടോ? ഓക്കെയാണ്. ഇതിനു മുമ്പ് ബോട്ടിൽ കയറില്ല? എന്താണ് ഓക്കെ അല്ലേ? സക്സസ്ഫുൾ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓക്കെ അല്ലേ? ബോട്ടിങ് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് അനുഭവം? സൂപ്പർ അല്ലേ? അതെ, ബോട്ടിങ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അത് ആലപ്പുഴ, അത് കുമരകം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇഷ്ടമല്ലേ? ശരി, ഓക്കെ. ഗിരീഷ് എൻ്റെ അടുത്ത് ഫൈനലിൽ ചോദിക്കാം. ഗിരീഷ്, എന്താണ് നിങ്ങളുടെ ഒരു എല്ലാത്തിനെയും കൂടുതൽ ആ ഒരു അനുഭവം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം? പറയും. ഈ വന്നിട്ടുള്ളതിന്റെ റേറ്റ് ആണെങ്കിൽ റേറ്റ് ഇപ്പൊ നമ്മളിപ്പോ പൈസ കൊടുത്തില്ല 4000 രൂപ. 4000 രൂപയ്ക്ക് ഇത് ബെറ്റർ ആണോ അല്ലെങ്കിൽ നഷ്ടമാണോ? ആ പറഞ്ഞോ. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുള്ള ഒരു മഹത്തായ വ്യക്തിത്വം കേരളത്തിൽ കേരളത്തിൽ പോകാത്ത സ്ഥലം ഉണ്ടോ? കമ്മിയാണ്. കേരളത്തിൽ മിക്കവാറും എല്ലാവരുടെയും കറങ്ങിയിട്ടില്ലേ? ബോട്ടിങ് ഇത് ഫസ്റ്റ് ടൈം അല്ല, ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയുണ്ട് ഈ അനുഭവം? പറയും. സൂപ്പർ, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അത്ര തന്നെ. വരാത്തവർക്ക് നമ്മൾ അതിന് ഒരുപാട് റേറ്റ് വരുന്നാണ് പറയുന്നത്. കള്ളുണ്ടോ? കല്ലാണോ? ഫ്രണ്ട്സ്, ഇതൊരു കള്ള് ഷോപ്പാണ് ഇതിന് അടുത്തുള്ളത്. ഇവിടേക്ക് ഇതിൽ ബോട്ടിൽ വരുന്നവർക്കൊക്കെ ഫുഡ് കഴിക്കാൻ ഇതിനൊക്കെ നല്ലൊരു കള്ള് ഷോപ്പാണിത്. എല്ലാ ഐറ്റംസും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളതാണ്. നമ്മളിവിടെ ചിലപ്പോൾ കരിക്ക് മാത്രമേ ഉള്ളൂ.
കരിക്ക് വേണം ആർക്കെങ്കിലും? കരിക്ക് വേണ്ടവരുണ്ടോ? കരിക്ക് അവിടെ കള്ള് കഴിഞ്ഞിരിക്കുകയാണ്. കരുക്കാണ് അവിടെ ഉള്ളത്. സ്പെഷ്യൽ ആണെന്നൊക്കെ പറയണത്. എന്താണെന്നറിയില്ല. ഒരു കരുക്ക് നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഇതാണ് ഗൈസ് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള കടൽ മാർഗമുള്ള ഒരു ബോട്ടാണ്. KSRTC തന്നെയാണ്. അവർ അത്യാവശ്യം സ്പീഡുണ്ട്. ഫ്രണ്ട്സ്, നമ്മളപ്പോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കണേ. അപ്പൊ നമുക്ക് കരുക്കിട്ട് തരാൻ വേണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലൈവായിട്ട് കരുക്കിട്ട് നമ്മളത് ലൈവായിട്ട് എന്നിട്ട് വെട്ടി ചകിരി കുടിക്കില്ലേ? ഓക്കെ അല്ലേ? നമുക്ക് അപ്പൊ സൈഡിൽ കെട്ടി വെച്ചിട്ട് കുട്ടികൾ ഏട്ടാ അതിലേ കയറാൻ അതിലാണ്. നല്ല നൈസ് കരിക്കുണ്ട് ഗ്യാസ്. നമ്മൾ ഇട്ടിട്ട് പൊളിക്കും ഗ്യാസ്. ഞാൻ ലൈറ്റായിട്ട് പ്രണവേ മാറ ഗ്യാസ്. നമുക്കിവിടെ ഒരു അണ്ടർഗ്രൗണ്ട് അല്ല, നമ്മൾ പുറത്തിറങ്ങി നമ്മൾ 4 മണിക്കൂറല്ല. അപ്പോൾ ഇവർ ഫുള്ള് വെള്ളത്തേനെ കഴിക്കണം. അല്ലാണ്ട് ഒരു 1/2 മണിക്കൂർ നിർത്തിയിട്ടാ അതൊരു സുഖം തന്നെയാണ്. അതിലെന്തോ ഉണ്ട് ഈ തോന്നുന്നു. പുല്ലാവും അല്ലേ? പക്ഷെ ഞാനിവിടുത്തെ കൃഷിൻ്റെ കാര്യമല്ലേ ഫ്രണ്ട്സ്. ഇത് തെങ്ങും തോപ്പാണ് അല്ലേ? ഇവിടെ എല്ലാം മണ്ട പോയ തെങ്ങാ. എല്ലാം എന്നല്ല, കുറച്ച്. എന്താ അതിൻ്റെ ഇതെന്ന് അറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ല. എത്ര ടൂറിനെ പറ്റി എൻ്റെ അഭിപ്രായം വെച്ചോണ്ട് പറയാം. ഇങ്ങനെ ഇതാക്കല്ലേ. ആലപ്പുഴ ഭംഗി, കുമരകം ബോട്ടിങ് ഭംഗി. ആലപ്പുഴ കാണാത്ത പക്ഷം നല്ല ആളുടെ ചോദിച്ചത്. പക്ഷെ നമുക്ക് ലൈവായിട്ട് കരിക്കണ കാണാം ഫ്രണ്ട്സ്. നല്ല ആളുടെ ചോദിച്ചത്. ഒന്നും നോക്കണ്ട കേട്ടോ, തെങ്ങ വെട്ടിക്കോളി. ലൈവായിട്ട് കരിക്ക്. ചേട്ടാ അപ്പൊ അതെന്തത്? തേങ്ങയാണോ? എല്ലാം നല്ല ഫ്രഷാണ്. എല്ലാവരും അവരവരുടെ ഫാമിലിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇതിന്റെ ഭംഗി കാണിച്ചു കൊടുക്കാണ്. നല്ല ഭംഗിയിൽ വരണടുത്ത് ചെത്തി നോക്കട്ടെ. മെല്ലെ തുടങ്ങി. എക്സ്പേർട്ടുകൾ മാറി നിൽക്കണം. നമ്മുടെ മെയിൻ ആള് വെള്ളം കുടിച്ച് അഭിപ്രായം പറയണം. വെള്ളം കളയാണ്ട് തേങ്ങയായിട്ട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? എങ്ങനെയുണ്ട്? ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ. നല്ല അടിപൊളി, നല്ല ഫ്രഷ് ആയിട്ടുണ്ട് അല്ലേ? ഫ്രഷ്, നല്ല റിഫ്രഷ്മെന്റ് ആണ്. ചെറിയ പൊട്ടിയിരിക്കുകയും ചെയ്യാതെ ഇത് പൊട്ടിയതാണെന്ന് നീ കാണിച്ചത്. ഫ്രണ്ട്സ്, അപ്പൊ അത് കരിമീനാണ്. നല്ല ജീവനോട് കരിമീൻ വളർത്താനുള്ളതാണല്ലേ? ഇതൊന്ന് പിടിച്ചിട്ട് വളർത്തേ. ജീവനുള്ള കരിമീൻ കാണിക്കണ കുട്ടികളെ വളർത്താനുള്ളതാണ്. ഇത് നോർമൽ എന്താ റേറ്റ് ചേട്ടാ? 400 വരും. 300 തൊണ്ട അവർ വളർത്താനുള്ളതാണ്. തൊണ്ട നമ്മുടെ അവിടെ 300. കാരണം നേരിട്ട് കാണുന്ന ഇവിടെ 150 രൂപ കിട്ടും. പേസട്ടാ, ഇത് നേരിട്ട് ആദ്യം പിടിച്ചാലേ കൊണ്ടുപോയി. ഞാനത് കണ്ടിട്ടേ കരിമീൻ പറഞ്ഞ 300 രൂപ കരിമീൻ. പിന്നെ
തൊടണ്ട പറഞ്ഞാണ് അവര്. നിങ്ങൾ എടുത്ത് കൈ കാണിച്ചു കൊടുക്കും. പിടിക്കാനും പിടിക്കുന്നതാ വെള്ളത്തിലുണ്ടാട്ടോ. വെള്ളത്തിലിട്ട് അങ്ങനെ ചേർത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ഒരെണ്ണത്തിന് കയ്യിലെടുത്തിരിക്കുകയാണ് അവര്. തിരിച്ച് അതെന്താ ഇതൊക്കെ എല്ലാ റിസോർട്ടും ഈ സൈഡിൽ കാണുന്നതെല്ലാം റിസോർട്ടാണ് ഫ്രണ്ട്സ്. എല്ലാം ഇവിടെ ഈ സൈഡ് കാണുന്ന മൊത്തം റിസോർട്ടാണ്. എല്ലാം നിറയെ റിസോർട്ടുകളുണ്ട്. എല്ലാ രീതിയിലുള്ള റേറ്റ് 50,000 രൂപയ്ക്കാണ് പറയുന്നത്. കുറച്ച് സീസൺ ടൈമുകളിലും നല്ല രീതിയിലുള്ള റേറ്റ് വരുന്നത്. അവിടെയാണ് AC വെച്ചിട്ടില്ല ഫുള്ള് സെറ്റപ്പാണ്. ആൾക്കാരൊക്കെ പുറത്തു വന്നിരിക്കുന്നത് കാറ്റുള്ളത്. രാവിലെയുള്ള ആ ഒരു ഫീല് അനുഭവപ്പെടുന്ന പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും. എല്ലാം കടലിനെ വ്യൂ ചെയ്തിട്ടുള്ളതാണ് റിസോർട്ടുകൾ. എല്ലാ റിസോർട്ടും കടലിൽ വ്യൂ ചെയ്തിട്ടുള്ള ഭയങ്കരമായ റിസോർട്ടുകളാണ്. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. ഒക്കെ 3 സ്റ്റാർ 5 സ്റ്റാർ റിസോർട്ടുകളാണ് എല്ലാം അവിടെ ഉള്ളത്. സ്പീഡ് ലോഞ്ച് വരുന്നുണ്ട് ഒരെണ്ണം. അതെ ഒരു സ്പീഡ് ലോഞ്ച് വരുന്നു. നല്ല സ്പീഡിൽ വരുന്നു. നല്ല സ്പീഡ് റിസോർട്ടുകളിലൊക്കെ താമസിക്കുന്നവരായിരിക്കും മിക്കവാറും. അത് ആ റിസോർട്ടിൽ താമസിക്കുന്നവരാണ് അവരവിടെ. ചെറിയ രീതിയിലുള്ള സാധാരണക്കാരായാലും കുറച്ച് പാവമായിട്ടുള്ളവരും ബേസ് ചെയ്തിട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോട്ട് എടുക്കാം. നമ്മൾ നല്ല അടിച്ചു പൊളിച്ച് 3-4 ദിവസം നിൽക്കണം. അല്ലെങ്കിൽ ശരിക്കും ഇത്തിരി എക്സ്പെൻസീവ് ആയാലും പ്രശ്നമില്ല എന്നുള്ളവർക്കാണെന്ന് വെച്ചാൽ നല്ലൊരു ഹൗസ് ബോട്ട് ഉണ്ട്. AC അങ്ങനെയൊക്കെ ഉള്ളത്. നൈറ്റ് ഫുൾ ഡേ ഇരിക്കുന്നതാണ് എങ്കിൽ നമുക്ക് ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ച് അത് ഓൺ സ്പോട്ടിൽ അവർ തന്നെ വറുത്ത് തന്ന് അവിടുത്തെ അതിൽ തന്നെ കുക്ക് ചെയ്ത് ഫുൾ ഡേ നമ്മൾ കായലിൻ്റെ സെൻറ്ററിൽ പോയിരുന്ന് ആ ഒരു ഫീൽ എന്ന് പറയുന്നത് വേറൊരു ഒരിക്കലും പറഞ്ഞെടുക്കാനില്ല. നിങ്ങൾ വന്ന് ചെയ്താൽ തന്നെ വെച്ചാൽ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ക്യാഷ് ഇതിൻ്റെയൊക്കെ ഡബിൾ ആയിട്ട് ആയിരിക്കും. 30,000 40,000 മീൻസ് 10,000 5,000. നമുക്കൊരു മണിക്കൂറിന് 1000 രൂപ തന്നെ ആയിരിക്കില്ല. അത് അൺസീസൺ ആയതുകൊണ്ടാണ്. സീസൺ ടൈമുകളിൽ ഒരു 2,000-2,500 മേലെ വരെ മണിക്കൂറിന് വരാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഇന്ന് ചൂണ്ടയുടെ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അതൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ അതിന് വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് ചൂണ്ട കാര്യങ്ങളെല്ലാം ഹൗസ് ബോട്ട് ആകുമ്പോൾ അത് അവർ അവിടെ തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതൊരു റിസോർട്ടാണ്. സൂര്യ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 5 സ്റ്റാർ റിസോർട്ടാണ്. നല്ല അടിപൊളി കായലിൻ്റെ വ്യൂ ഒക്കെ കിട്ടുന്ന അടിപൊളി റിസോർട്ടാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു വല വീശുന്നതുകൊണ്ട് മീൻ പിടിക്കാനുള്ള ഒരു സെറ്റപ്പാണ്. ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ക്ലിയർ ആയിട്ട് അടുത്ത് കാണിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് അടുത്ത് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അവരോട് വല വീശുന്നത് നല്ല ടൈറ്റിൽ നല്ല പോലെ നല്ല കുട്ടിയില്ല എന്ന് ഇവിടുത്തെ കൃഷി. ഇതിന് പുഞ്ച കൃഷി എന്നാണ് പറയുക. ഇവിടുത്തെ നെല്ല കൃഷിയാണിത്.
ഈ നെൽകൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വെള്ളം നിറഞ്ഞാലും പെട്ടെന്നൊന്നും അത് വീണ് പോകില്ല. കാരണം അതൊരു ഹൈറ്റാണ്. ഈ നെൽകൃഷി എന്ന് പറയുന്നത് ഗൈസ് കക്കയാണിത്. കക്ക പിടിച്ചോണ്ട് ക്ലിയർ ചെയ്തിട്ട് ഗൈസ് കക്കയായി വരിക. ഗൈസ് നല്ല മനോഹരമായ കാഴ്ചയാണ് കടലില്. ഇതൊക്കെ ആസ്വദിക്കുക പറഞ്ഞ വലിയൊരു കാര്യമാണ്. എല്ലാവരും ഒന്ന് വന്ന് എൻജോയ് ചെയ്ത് പോകേണ്ട സ്ഥലം തന്നെയാണ് കുമരകം ബോട്ട് റിസോർട്ട്. ആലപ്പുഴ ബോർഡർ ആലപ്പുഴ KSRTC ആ കാണുന്ന ഒരു ലൈന് കണ്ടില്ല, ആ ലൈനാണ് ആലപ്പുഴ ബോർഡറാണത്. ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ബോർഡർ കടൽ മാർഗമുള്ളത്. കടൽ മാർഗമുള്ളത്, കായൽ മാർഗം. നല്ല തെളിമയുണ്ടല്ലേ ഫ്രണ്ട്സ്. അവിടെ ഇതാണല്ലോ ഒരു ഫാമിലി വന്നിറങ്ങിയിട്ടുണ്ട് ആ ഹൗസ് ബോട്ടിൽ. അവിടെ ഇപ്പോൾ കഴിക്കാൻ വല്ലതൊക്കെ അവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട്. ഒരു കടയാണ്, ഒരു ഷോപ്പ്, ചെറുതായിട്ട് ചെറിയ രീതിയിൽ സ്നാക്സ് കഴിക്കാൻ എന്തിനൊക്കെ. അതിൻ്റെ ജീവിതം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പ്രളയം ടൈമിൽ എത്രമാത്രം അവർ കഷ്ടപ്പെടുന്നുള്ള ആ ഒരു അവസ്ഥ ആലോചിച്ചാൽ നമുക്ക് സിമ്പിളായി മനസ്സിലാവും. അപ്പം അങ്ങനെ ആലപ്പുഴ അതിൻ്റെ ബോർഡർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡറിലേക്ക് കിടക്കണം. നമ്മൾ കടത്തിട്ട് അവിടെ നിന്ന് നമ്മൾ വേറെ വഴി കൂടെ നമ്മൾ വന്നവിടേക്ക് പോകും. എന്ന് പറയുന്ന ഒരു ഫീലല്ലേ, റൂമും കാര്യങ്ങളും അടിച്ച് പൊളിയായിട്ട്. ഫ്രണ്ട്സ്, ഇതാണ് ആലപ്പുഴ പറയുന്നത്. ഇതാണ് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ആലപ്പുഴ. കാര്യമില്ല, പറഞ്ഞു പടിഞ്ഞാറ് കിഴക്കൻ ദിശയിലേക്ക് കാറ്റ്. അപ്പം അതുകൊണ്ട് ഈ റിസോർട്ട്
റിസോർട്ട്സ് എല്ലാം ഈ സൈഡിലാണ്. ഈ സൈഡിലാണല്ലേ. എന്നിട്ട് ഏറ്റവും ടൂറിസ്റ്റ് വരുന്നത് ആലപ്പുഴയിലല്ലേ? ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ആലപ്പുഴയാണ്. സീസൺ ടൈമിൽ ബോട്ടിങ്ങിന് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ക്യാഷ് ഒക്കെ അവിടെ ഇല്ല, ബോട്ടിങ് കൂടുതൽ ആലപ്പുഴയിലാണ്. കൂടുതൽ ഈ റിസോർട്ടുകളിൽ താമസിക്കാൻ വരുന്നവരാണ് കൂടുതലും. റിസോർട്ട് ഉണ്ട് എങ്കിൽ പോലും ആലപ്പുഴ അപേക്ഷ കുറവാണ്. അത് വാട്ടർ ബോയ്, അതായത് ഈ വാട്ടർ ഹൈവേ, അല്ലല്ല വാട്ടർ ഹൈവേ, ബോട്ട് പോകുന്ന ഒരു സിഗ്നലാണ് വാട്ടർ ബോയ് എന്ന് പറയും. രാത്രിയിലൊക്കെ അത് ബ്ലിങ്ക് ചെയ്തിരിക്കും. അത് ആ കാണുന്നത്. ആ കാണാം. അത് പച്ച പോയിന്റ് ആവും. അവിടെ നിന്ന് ഒരു 1200 മീറ്റർ ചെല്ലുമ്പോഴാണ് ഫിനിഷിംഗ് പോയിന്റ് വരുന്നത്. ആലപ്പുഴ സെൻട്രൽ അവിടെ ആലപ്പുഴ കറക്റ്റ് ആ ടവറിന്റെ ഭാഗത്തായിട്ട് വരും. ഇത് വന്ന് ഒരു മാർത്താണ്ഡ എന്ന് പറയുന്ന ഒരു പാടശേഖരമാണ്. അല്ല, റാണി, അത് മാർത്താണ്ഡ. അതിന്റെ അപ്പുറത്ത് ചിത്തിര. ചിത്രക്കായൽ, അതാണ് ഈ ചിത്രക്കായൽ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ ഇറങ്ങിയത്. ആലപ്പുഴ ഡിസ്ട്രിക്ട് അങ്ങ് അരൂര് വരെ ഉണ്ട്. എറണാകുളം അരൂര്. അരൂര് ടോളിന്റെ ആ പാലത്തിന്റെ ഇപ്പുറം വരെ എറണാകുളം ഡിസ്ട്രിക്ട് ആണ്. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ബിജു. ബിജു. ഇവിടെ തന്നെ സ്ഥലം കുമരകം. കുമരകത്താണ്. ഉണ്ണി. ഇവിടെ തന്നെ. നമ്മുടെ വീഡിയോക്ക് ഇതേവരെ സഹായിച്ചവരാണ്. എന്താ പേര്? ഉണ്ണി ചേട്ടനും പിന്നെ ബിജു ചേട്ടനും. ഇവിടെ കുമരകത്ത് തന്നെയാണ് ഇവരുടെ വീട്. എത്ര കൊല്ലം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ? ഇവിടെ ടൂറിസം ഹൗസ് ബോട്ട്. അല്ല, ഹൗസ് ബോട്ടിൽ ഇത് ശരിക്കും ഒരു ചിക്കാര വെള്ളം പറയും. ഇതിപ്പോ ഒരു 4-5 വർഷമായുള്ളൂ ഈ മോഡൽ വെള്ളം ഇറങ്ങിയിട്ട്. അതിനു മുമ്പ് ഹൗസ് ബോട്ടായിരുന്നു. ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. ഹൗസ് ബോട്ട് കുറേ കൊല്ലമായില്ലായിരുന്നു ഹൗസ് ബോട്ട്. ലൈസൻസ് വേണമെന്ന് നിർബന്ധമാണ്. അത് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഈ ഡ്രൈവർ എന്നുള്ള പോസ്റ്റ് ഇല്ല. ഡ്രൈവർ എന്നുള്ള പോസ്റ്റ് അല്ലേ, ഇല്ലേ സ്രാങ്കാണ് ശരിക്കും. സ്രാങ്ക് എന്ന് പറയുന്നത്. അപ്പം അത് അതിൻ്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ ആദ്യമേ 2 വർഷത്തോളം ഒരു ലാസ്കർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളെ കൊല്ലത്ത് പോയിട്ട് അത് നീന്തി കാണിക്കുള്ളൂ. കടലിൽ നീന്തിയൊക്കെ കാണിച്ചു. അത് കഴിയുമ്പോഴത്തേക്കൊരു ലാസ്കർ എന്ന് പറയുന്ന ഒരു ഇതാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് താമസിച്ചിട്ടേ ഉള്ളൂ സ്രാങ്കിന്റെ കോഴ്സിലേക്ക്. ഇതിപ്പോ സ്വന്തം അല്ല, ഇത് കൂട്ടാൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 18 ലക്ഷം രൂപയ്ക്കൊക്കെ എടുത്തു. ഒരു 15-18 ലക്ഷം രൂപയ്ക്കൊക്കെ എടുത്തു. മെയിൻ്റെനൻസ് ഒക്കെ 2 വർഷം കൂടുമ്പോൾ ഡോക്ക് ചെയ്യണം. അതിൻ്റെ ഇരുമ്പാണല്ലോ, അത് പെയിന്റ് ചെയ്യണം. മറൈൻ പെയിന്റ് ഒക്കെ അടിക്കണം. പിന്നെ ഇതിൻ്റെ റൂഫൊക്കെ മാറണം. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ. ഫ്രണ്ട്സ്, ആ കൈയുണ്ടോ? ആ കാണുന്നത് പാതിരാമൻ എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. അതാ ഈ കാണുന്നത്. ഏകദേശം 110 ഏക്കർ സംതിങ് ഉണ്ടെന്നാണ് അവർ പറയണത്. ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കണത്. അതിനെയാണല്ലോ നമ്മൾ ഐലാൻഡ് എന്ന് പറയുക. വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ്. ചുറ്റും കായലാണ്. സെൻറ്ററിൽ വന്നിട്ട് തെങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം 110 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും വഴിയുണ്ട്. ഒരു സ്ട്രൈറ്റ് ഉണ്ട്, ലെഫ്റ്റ്, ഫുൾ എന്താ പറയുക കളർ. ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു ഐഡിയ കിട്ടില്ല ഇത് എങ്ങോട്ടാണ് എന്താണെന്ന്. ഇവർ വരണല്ലോ. ഇവർക്ക് പിന്നെ അത് ശീലമായി. ഫുൾ അവരുടെ പ്ലേസ് ആണല്ലോ. ആലപ്പുഴ എന്ന് പറയുന്നത് ഏകദേശം നല്ല സൗന്ദര്യം, ഒരുപാട് സൗന്ദര്യവും പിന്നെ ടൂറിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണ് ശരിക്കും ആലപ്പുഴ. നമ്മളിപ്പോൾ ആലപ്പുഴയ്ക്ക് കടന്നു. കുമരകം അതുപോലെ തന്നെ കുറച്ച് കമ്മിയെന്ന് മാത്രം. സീസൺ ടൈമുകളിൽ ബോട്ടിങ്ങിൽ ഫസ്റ്റ് വന്നിട്ട് ആലപ്പുഴയും സെക്കൻഡ് കുമരകമാണ് ഉള്ളത്. റേറ്റ് വെച്ച് നോക്കുമ്പോഴും കൂടുതൽ ആലപ്പുഴയ്ക്കാണ്. പക്ഷെ എന്താണ് ഏറ്റവും കൂടുതൽ വിദേശത്തു നിന്നായാലും എവിടെ നിന്നായാലും ടൂറിസ്റ്റുകൾ ഫസ്റ്റ് എത്തിപ്പെടുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ എല്ലാ ബീച്ചുകളും കണ്ട് സൗന്ദര്യം ആസ്വദിച്ച് ദിവസങ്ങൾ താമസിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു പോകുള്ളൂ. കുമരകവും ഏകദേശം അതേപോലെയാണ്. പിന്നെ ഇപ്പോൾ ആലപ്പുഴയും കുമരകം പറ്റി ഒരുപാട് വിശദീകരിക്കാനൊന്നും നമുക്കറിയില്ല. ആക്ച്വലി ഒരു സെക്കൻഡ് ടൈമാണ് വയ്ക്കുക. എന്നാലും നമുക്ക് അത്ര ഒരുപാട് വിശദീകരിക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ 2 മണിയോടുകൂടി ഇവിടെ തിരിച്ചു പോകും. തിരിച്ചുപോയി നേരെ നമ്മൾ ഫുഡ് രാവിലെ വെച്ച് മീൻ കറിയും മീൻ വറുത്തതും എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്.
അതെല്ലാം നമ്മൾ കഴിച്ച് നേരെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് നമ്മളിവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യും. ഞങ്ങളത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പിൻ്റെ എല്ലാം അവസാനിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വൈൻഡപ്പോട് കൂടി നമ്മളെല്ലാം ഫിനിഷ്. ഇതിപ്പോൾ താമരൻ്റെ സീസണാണ് തോന്നുന്നു. ഫുൾ താമരയാണ് ഈ കാണുന്നത്. ഫുള്ള് ആ ഒരു സൈഡ് വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കുഞ്ഞ് തോണികളാണ് ഫുള്ള്. അവരുടെ ജോലി പോലെ അവരിത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ്ങിനൊക്കെ പറയുമ്പോൾ ആ ഒരു ഫീല് മനസ്സറിഞ്ഞിട്ട് നമ്മൾ അറിയണം. എല്ലാവരും ആഗ്രഹങ്ങളില്ല കേസ്, അതുകൊണ്ടാണ്. ഇനി ബസ്സും കൂടി ഓട്ടെ അങ്ങോട്ട് മീൻ പിടിച്ചടാ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രാവലിംഗ് ബ്ലോഗ് ഇവിടത്തോടെ നിർത്തുകയാണ്. മതിയായി, കുറേ ആയി. ഫോണിൽ സ്റ്റോറേജൊക്കെ ഏകദേശം ഫില്ലായിട്ട് ഫോണിലെടുക്കുന്നതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തോടെ ഈ ട്രാവലിംഗ് എല്ലാം സ്റ്റോപ്പാണ്. ഇനി നേരെ തിരിച്ച് വീട്ടിൽ പോകണം. ചെറായിലൊരു ബീച്ചിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ലേറ്റാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുത്താൽ ശരിയല്ല, ലേറ്റാണ്. പിന്നെ ഇന്ന് നമ്മൾ ട്രിപ്പിൽ 3ാമത്തെ ദിവസമാണ്. അതിൽ നമ്മൾ ഏകദേശം എല്ലാം നമുക്ക് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കും ഈവനിങ്ങും ഉള്ള ഫുഡ് നമ്മൾ വെച്ചതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. വെച്ചതെന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ വെച്ചിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കണം എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ രീതിയിൽ കുറച്ച് കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ കുമരകത്തോടുകൂടി ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ സൈനിങ് ഓഫ്, ട്രാവൽസ് വിത്ത് ടേസ്റ്റി ട്രാക്സ്. വീഡിയോ ഇഷ്ടപ്പെടും. ഇതുപോലുള്ള നല്ല ട്രാവലിംഗ് വീഡിയോയും നല്ല ഫുഡ് വീഡിയോയും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.